ഉദിക്കുന്ന നേരമായിതാ പ്രിയ സാജിത ഞാനിതാ ഇവിടെയുണ്ടടി. ഇങ്ങോട്ട് പോന്നോ? ഒറ്റക്കൊറ്റക്ക് വാടി. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം കേട്ടോ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? അപ്പൊ ഇന്നും ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പം വെല്ലുവിളിച്ച് നടക്കുന്ന സാജിദാനെ കണ്ടുമുട്ടാനും സാജിദാന്റെ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് നമ്മുടെ ഷെരീഫ് ഖത്തറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, മണ്ണാർക്കാട്ടെ. അപ്പം ആ വിവരം സാജിദ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സാജിദാന്റെ ശിങ്കിടികളൊക്കെ നമ്മളെ പിന്നാലുള്ളതല്ലേ, ഒന്ന് പറഞ്ഞു കൊടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഷെരീഫ് നാട്ടിൽ വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, പിന്നെ ലൈവ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതുവരെ കൂട്ടിമുട്ടൽ കണ്ടിട്ടില്ല. അപ്പൊ അങ്കംപെട്ടിന് ഒരുങ്ങി ഷെരീഫ് നാട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കഥ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാം. ഒരാണിനോട് വെല്ലുവിളിച്ചിട്ട് ഒരു പെണ്ണ് സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ വിളിക്കുമ്പോ, അതൊരു സാധാരണ ഒരു പെണ്ണ് ഇങ്ങനെയൊക്കെ വെല്ലുവിളിക്കുമ്പോ അതൊന്ന് കാണിച്ചു കൊടുക്കണല്ലോ. എല്ലാവരോടും പറഞ്ഞേക്കാം, ഞാനാണ്ട് വന്നിട്ട് തരും, ഇങ്ങോട്ട് വാടാ, അങ്ങോട്ട് പോടാ, ഇങ്ങോട്ട് കിടാ, അങ്ങോട്ട് കിടാ, ഞാൻ അങ്ങോട്ടാക്കോടാ, അന്നെ ഇങ്ങോട്ടാക്കോ, അങ്ങോട്ടാക്കോ. ഇതൊരു ആക്കല് കണ്ടിട്ടില്ല. വാക്കുകളെ കേൾക്കുള്ളൂ, വാക്കേ ഉള്ളൂ, പ്രവൃത്തി ഒന്നും ഇല്ലേ. ഇപ്പൊ ഞാൻ വൈക്കേ പോക്കും. അപ്പൊ ഏതായാലും ശരീരത്തിന്റെ 4 വാക്ക് നമുക്കൊന്നും കേട്ടോക്കാം. ഓന്റെ വാക്ക് കേൾക്കുമ്പോ ഒരു രസമാണ് അല്ലേ. അപ്പൊ നമുക്കൊന്ന് കേട്ടോക്കല്ലോ. ഈ നാടിനൊക്കെ എന്ത് ചെയ്യണം? പെണ്ണുങ്ങൾ ജീവിക്കാൻ വേണ്ടി ഭർത്താക്കന്മാരില്ലാണ്ട് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരിനെ, അതുപോലെ തന്നെ വേറെ കുറച്ച് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരിനെ എടുത്ത് വീഡിയോ ചെയ്ത് റീച്ച് എങ്ങനെ ഉണ്ടാക്കാന്ന് തെണ്ടി നടക്കുന്ന ഈ നാറിയെ എന്താ ചെയ്യുന്നത്? ഞാൻ ഗൾഫിൽ കിടന്ന് ഉണ്ടാക്കാണ്ട് നാട്ടിലോട്ട് ഇറങ്ങണ നാറിയെ, ശരി, നാട്ടിലോട്ട് ഇറങ്ങണം. എനിക്ക് ഞാൻ എന്താ കാണിച്ചു തരണം? ഗൾഫിൽ ഇരുന്നുണ്ടാക്കാതെ നാട്ടിലോട്ട് ഇറങ്ങടാ തിണ്ടീന്ന് ആരെ ഇന്നെ. ഇത് ഇൻബോക്സിൽ ഒരിക്കൽ അവള് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാനൊരു കാര്യം പറഞ്ഞോളോട്ട്, ഈ കുറിച്ച് വെച്ചോ, ഈ പറഞ്ഞ ഡേറ്റില്ലേ, അതിന്റെ തൊട്ട് മുമ്പ് ഷെരീഫ് മണ്ണാർക്കാട് എത്തിയിരിക്കുന്നു. പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു. ഞാൻ മണ്ണാർക്കാട് എത്തിയിട്ടുണ്ട്. എന്നെ പലരും കണ്ടിട്ടുണ്ട്, പലരും കാണുന്നതല്ല വിഷയം. നിങ്ങൾ ആ സാജിദ കണ്ടവർക്ക് ചോദിക്കാത്ത നിങ്ങൾ ആ സാജിദ അവൾക്ക് സുഖമാണോ? ഞാൻ അവളെ കെട്ടിക്കണോളും, ഇന്നോട് അവൾക്ക് സുഖമാണ് കഴിക്കാണ്, ഇതെന്നെ ചോദിക്കണുള്ളൂ. അതെന്തോ ആവട്ടെ, അതിനിപ്പോ അങ്ങനെ ഓലിപ്പോ എന്റെ വീഡിയോ കണ്ടിന്റെ പേരിലാണ് ചോദിക്കണമെന്ന് വിചാരിക്കാം. പക്ഷെ ഇവള് നാട്ടിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കാണിച്ചു തരാം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാനത് വോയിസ് ആയിട്ട് തന്നെ ഞാൻ അവൾക്ക് റിപ്ലൈയും കൊടുത്തിരുന്നു. പിന്നെ ഞാൻ വരും, ഞാൻ ഈ പറഞ്ഞതിന്റെ ഡേറ്റ് കുറിച്ച് വെച്ചോ, ഇന്നത്തെ ഡേറ്റ് കുറിച്ച് വെച്ചോ, ഇതിന്റെ മുമ്പ് ഞാൻ വന്നിട്ടില്ലെങ്കിൽ ഈ നാണായി കൂട്ടണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പണ്ടാരിടക്കിട്ട് വെല്ലുവിളിക്കും ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, പിന്നെ നേരെ പോയി ഒരു എയർ ഇന്ത്യയുടെ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിങ്ങനെ നിന്നിട്ട് കൂട്ടുകാരന്മാരോട് പറയാം, ഇതാട്ടോ ഞാൻ എയർ ഇന്ത്യയുടെ ടിക്കറ്റ് എടുത്തു, ഞാൻ എന്തായാലും വെല്ലുവിളി സ്വീകരിച്ചിരിക്കണു, ഞാൻ എന്തായാലും പോവും, ഇന്ന ഡേറ്റിന്റെ ഉള്ളിൽ ഞാൻ പോകുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോ ഇറക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ എയർ ഇന്ത്യ ഏതോ മറ്റേ ഹോസ്റ്റലിന്റെ മുകളിൽ കൊണ്ടുപോയി ഇട്ടിക്കണു പറയുന്നു. വീണ്ടും ഞാൻ ടിക്കറ്റ് കൊണ്ട് അങ്ങോട്ട് തന്നെ, അല്ല ഈ എയർ ഇന്ത്യ ഒന്ന് ഒഴിവാക്കി തരുമോ, വേറെ ഏതെങ്കിലും ഒന്ന് തരുമോ ചോദിച്ചു. ഇല്ല, എയർ ഇന്ത്യ ഇനിയിപ്പോൾ അത് മാറ്റുകയാണെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് പിന്നെ നിങ്ങൾക്ക് നഷ്ടമാക്കാറ്, അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഇതന്നെ ഇതായിക്കോളെ, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ശരി, നേരെ ഇനി എയർ ഇന്ത്യ നേരെ പോന്നപ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തന്നെ അവളോട് പറഞ്ഞിരുന്നു, പൊന്നാല മകളെ ഹോസ്റ്റലൊന്നും ഇല്ലാത്തടത്ത് കൂടെ ഫുഡ് കൊണ്ടിച്ച് ആ സാജിനെ കാണണം. അതല്ലെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ ഇവിടെ ദുനിയാവിൽ ഇല്ലെങ്കിലും ഓളാ വോയിസ് എടുത്ത് പുറത്തേക്ക് ഇടും. എന്തിനെ ഇതാ എവിടെ രാജ്, പിന്നെ ഇതെല്ലാം വെല്ലുവിളിച്ച് എവിടെ എന്നിട്ട് എന്താ വരാത്തു എന്നും ചോദിച്ചിട്ട്. ഞാൻ അപ്പോൾ സൈലന്റ് ആണെന്ന് നോക്കണ്ട, ഞാൻ എങ്ങാനും ഇവിടെ എത്തിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഓളാ ഡേറ്റ് കഴിഞ്ഞാൽ അത് പോസ്റ്റ് ചെയ്യും, അത് എനിക്ക് ഉറപ്പാ. എന്തായാലും അതിന് അവസരം ഞാൻ കൊടുത്തില്ല. സംഭവം തന്നെ ഞാൻ കണ്ടുകളെ, ഞാൻ കാറ് നിർത്തിയിട്ട് ഡോറും ഇങ്ങോട്ട് തുറക്കുമ്പോ എന്റെ അടുത്തുകൂടെ പാസ് ചെയ്തു. ലിമിറ്റഡ് സ്റ്റോപ്പ് പോണം മാതിരിയാ, ഒരേ പോക്ക് പോവുക. എന്നെ കണ്ടിട്ടില്ല. ഞാൻ അതവഞ്ഞ് കഴിഞ്ഞ് ഞാൻ പോയിട്ട് അങ്ങോട്ട് കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓളും എടുക്കും ലൈവ്, ഞാനും എടുക്കും. നാട് റോട്ടിൽ നിന്നിട്ട് ഞങ്ങൾ ലൈവ് എടുത്ത് കളിച്ചേക്കാരം. കാരണം അതാണല്ലോ ട്രെൻഡ്, എവിഡൻസ് ഉണ്ടാക്കാൻ. ഓളൊരു മൊബൈൽ ഓണാക്കും, ഞാനും ഓണാക്കും. ഒറ്റക്കാരം ചിലപ്പോൾ അടിക്കും. ആ പുല്ല് അതെന്തെങ്കിലും ആവട്ടെ, ഞാൻ എന്തായാലും ഈ വീഡിയോ ചെയ്തിട്ടേ ഞാൻ ഉള്ള കണ്ണുമുന്നിക്ക് പെടൂ എന്നുള്ളതിക്ക് പോകണേ പോട്ടെ വിചാരിച്ചിട്ട് ഞാൻ മെയിൻ ചെയ്തില്ല. അത് ഷെരീഫ് പിന്നെ സാജിദും കൂടെ അങ്ങോട്ടൊന്നും പിടിക്കലും മാത്രമല്ല, നാട്ടുകാർ മൊത്തം വേറെ വീഡിയോസ് എടുക്കും. അപ്പൊ അവരെ വകി ഉണ്ടാവും വൈറലാവല്. അപ്പൊ അവരാവും ചിലപ്പോ ഷെരീഫിനെ സാജിദാനെക്കാളും വൈറലാവല്. അപ്പൊ എന്തായാലും ഷെരീഫ് നാട്ടിൽ വന്ന വിവരം നമ്മളെല്ലാരും ഇപ്പൊ അറിഞ്ഞിരിക്കുകയാണ്. ആ സ്ഥിതിക്ക് സാജിദും അറിഞ്ഞിട്ടുണ്ടാവും, കാരണം അവരെ അയൽവാസിയുടെ നാട്ടുകാരാണല്ലേ, എല്ലാം ആണല്ലോ. അപ്പൊ പിന്നെ അത് പറയാനൊന്നുമില്ല. അപ്പൊ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞമ്മക്കും അറിയാം. പിന്നെ എന്തിനാ വൈകുന്നത് എന്നാണ് ഇപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത്. കാരണം ഷെരീഫിന് പോകാനുള്ളതാണ്. ഈ ഷെരീഫിനെ കണ്ടിട്ടില്ലെങ്കിൽ അങ്ങോട്ട് ഖത്തറിലേക്ക് പോകുന്ന വിചാരിച്ച് ആയിരിക്കും പാവം ഇങ്ങോട്ട് തന്നെ വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും വേണ്ടില്ല, ആൺകുട്ടി പുലിക്കുട്ടിയായിട്ട് കാണിച്ചു തന്നു. ഇനിയിപ്പോ വെല്ലുവിളിച്ചിട്ട് ഇവിടെ വരെ എത്തിച്ച ആള് ഇനിയിപ്പോ ബാക്കിയുള്ളത് കാണിക്കണം. അതാണ് പിന്നെ വേണ്ടത്. അപ്പം മക്കളെ,
ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഇത് നല്ല കോമഡിയാണ് ശരിയേക്കിൻ്റെത്. ഇപ്പൊ ഞാൻ ഇട്ട വീഡിയോക്ക് കുറേ നെഗറ്റീവ് കമന്റ് ഇതേപോലെ തന്നെ ഓരോന്നും വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് അങ്ങനെ ആക്കണത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആക്കണത്, നിങ്ങൾ എന്തിനാ. എടാ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഈ സാജിനെ പറ്റിയിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നുണ്ട്. എനിക്ക് അവളോട് ഒരു പ്രതികാരവും ഇല്ല, ഒരു വാശിയില്ല, ഒരു ദേഷ്യമില്ല, ഒരു അസൂയമില്ല, ഒന്നുമില്ല. ആ വ്യക്തി എങ്ങനെയോ ജീവിച്ചോട്ടെ, എനിക്കതൊരു പ്രശ്നമില്ല. ഞാൻ ചോദിക്കുന്നത്, ആ വ്യക്തി ഇടുന്ന കണ്ടന്റിൽ നിങ്ങൾക്ക് എന്താണ് അറിവ് കിട്ടുന്നത്, എന്താണ് അതിൽ നിന്ന് നിങ്ങൾക്ക് മെസ്സേജ് കിട്ടുന്നത്, അതൊന്ന് പറയാവോ? നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് മെസ്സേജ് കിട്ടുന്നത്? അവള് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അവളെ വീട്ടിൽ പോയിട്ട് ഞാൻ എന്റെ മക്കളും പോയി ഇരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അവള് ജീവിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നോ? ആണോ? അല്ല. അപ്പൊ അത് കാരണം അതുകൊണ്ട് ഞാൻ ചോദിക്കണം, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ ചോദിക്കണം, എന്തിനാണ് ഇത് ഇങ്ങനെ പറയുന്നത്? അപ്പൊ അവള് നിങ്ങൾക്ക് തരുന്ന ഈ മെസ്സേജിൽ എന്തെങ്കിലും നല്ലതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? കുറെ നല്ല ഉപദേശങ്ങൾ പറയുന്നുണ്ടെങ്കിലും ആ സ്പോട്ടിൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ റോങ് ആണ്. ഉപദേശങ്ങൾ പറയുന്ന ആരാണ്? നല്ലപോലെ ജീവിക്കുന്നവരല്ലേ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ ജീവിക്കുന്നത് കാണുമ്പോഴല്ലേ മറ്റുള്ളവർക്ക് ഉപദേശം പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോഴല്ലേ അത് മറ്റുള്ളവർക്കും അംഗീകരിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തത് എന്താണ്? നിങ്ങൾ എന്താ പറയുന്നത്? ഞാന് എന്നോട് ഇങ്ങനെ, അത് എനിക്കറിയാം, അത് എന്താ പറയാ, വേറെ ആരും ഒന്നും പറയുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. ഒന്നല്ലെങ്കിൽ ഫേക്ക് ഐ ഡി ഒരുപാട് എടുത്തിട്ട് അതിൽ കൂടി ഒക്കെ വന്ന് കാച്ചുന്നതാണ്. അതല്ലെങ്കിൽ അവൾക്ക് അവളുടേതായിട്ടുള്ള എന്നെ തൊട്ടും പിടിക്കും നിന്നിട്ട് വല്ലതും തിന്ന് നിൽക്കുന്ന ആൾക്കാർ വരുന്നതാണ്. അത്രേ ഉള്ളൂ. അപ്പൊ അത് ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. എന്നാലും ഞാൻ അവരോട് വീണ്ടും ചോദിക്കണം. ഇപ്പൊ നേരത്തെ ഞാൻ ഇത് ചോദിച്ച പോലെ തന്നെ, എന്ത് മെസ്സേജാണ് ആ സാജി വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്? ഒരു ക്രീമിന്റെ കാര്യം പറഞ്ഞു അല്ലെ? ക്രീം ദിവസേന രാവിലെ വന്നിട്ട് ഇട്ട് തരലുണ്ടായിരുന്നു. ഇപ്പൊ ഇട്ട് തരാത്ത എന്താ? മൊത്തം കുരുവായിട്ട് വന്നു അല്ലെ? ഓരോരുത്തർ സ്കിന്ന്, ഓരോരുത്തരുടെ ബോഡിയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഓരോ ക്രീമുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലെ? ഇപ്പൊ എന്റെ മുഖത്ത് ഒരു സംഭവം വന്നു. ഞാന് മേക്കപ്പ് റിമൂവർ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അതിപ്പോ ഞാൻ യൂസ് ചെയ്യലില്ലായിരുന്നു. അപ്പൊ കുറെ മുഖം കൊടുത്തിട്ടുള്ളതാണ്. അപ്പം വൈറ്റമിൻ സി ആണ് അതില്. വൈറ്റമിൻ സി എന്നൊക്കെ അവർ എഴുതി വിടുന്നതാ. പോട്ടെ. അപ്പൊ എന്തായാലും പിന്നെ അതിന്റെ ഒരു ലൈമിന്റെ ഒരു ഇതുണ്ട്, അത് ഫീൽ ഉണ്ട്, മണവും സ്മെല്ലും ഒക്കെ ഉണ്ട്. സ്മെല്ലും ഇതൊക്കെ ഉണ്ട് കേട്ടോ, എരിവൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതങ്ങനെ മുഖത്ത് ഇങ്ങനെ തേച്ച് ഇതാക്കി കഴിഞ്ഞു. അപ്പൊ അതിന് മുമ്പ് ഞാൻ എന്താ മാസ്ക് ഇട്ടിരുന്നു. അപ്പൊ അത് കഴുകി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിങ്ങനെ പിന്നെ മേക്കപ്പിന്റെ വെറുതെ ഇങ്ങനെ ഇതാക്കി നോക്കിയതാണ്, എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. അത് കഴുകിയതിന്റെ ശേഷം ആവി കൊള്ളിച്ചതല്ല, ഞാൻ കുക്കറിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ, ചോറുണ്ടാക്കുമ്പോൾ അടുത്ത് പോയി നിന്നപ്പോൾ ആവി കൊണ്ടാണ്. അപ്പൊ ആ സ്പോട്ടിൽ എനിക്ക് ഒരു ജാതി പുകച്ചിലുണ്ടോന്ന് മുഖത്തിന്. അപ്പൊ നോക്കിയപ്പോ ഈ ഭാഗം പൊള്ളി. അതിന്റെ ഒരു ഇതാണ് ഇപ്പോഴും കാണുന്നത്. അപ്പൊ കുറേശ്ശായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കുറേശ്ശെ ആകത്തിലാകത്തിലേ പോവുള്ളൂ. അത് ഇക്കാന്റെ മോളുടെ കല്യാണത്തിന് മുന്നേ സംഭവിച്ചാണ്. കല്യാണത്തിന് പോകുമ്പോഴൊക്കെ ഞാൻ ഒരു രൂപമായിരുന്നു. കാരണം ഇവിടെ ഇങ്ങനെ ഒരു എന്താ ഫ്രെയിം പോലെ കള്ളി പോലെ മുഖം മൊത്തം വല കെട്ടിയ മാതിരിയായിരുന്നു. പിന്നെ അതൊക്കെ കുറേശ്ശെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് നമ്മുടെ സ്കിന്നിനും പിന്നെ ശരീരത്തിനും ഒക്കെ പറ്റുന്ന സാധനം നമുക്ക് തേക്കാൻ പറ്റുള്ളൂ. വില കൂടിയതാണെന്ന് വിചാരിച്ചിട്ട് നല്ലതാവണമെന്നില്ല, വില കുറഞ്ഞതാണെന്ന് വെച്ചിട്ട് ലോക്കലാവണമെന്നില്ല. ഏറ്റവും ലോക്കലായിട്ട് കിടക്കുന്നത് എന്നാൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സാധനം നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് കിട്ടും. ഞാനൊക്കെ ചെയ്യുന്നത് അങ്ങനെ തന്നെ. കറ്റാർവാഴ ഉണ്ട്, അത് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പൊ ഇതൊക്കെ പോയത് കേട്ടോ. കറ്റാർവാഴ ഉണ്ട് ഞാൻ ചെയ്യും. തൈര് ഉപയോഗിച്ചിട്ട് ചെയ്യും. അതുപോലെ കാപ്പിപ്പൊടി, പഞ്ചസാര, കോഴിമുട്ട, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നാട്ടിലുള്ള മഞ്ഞപ്പൊടി, പാലിന്റെ പാട, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, തേങ്ങേന്റെ പാല്, മോയ്സ്ചറൈസർ ആണ്, അടിപൊളി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവമൊക്കെ തേച്ചിട്ടാണ് ഇപ്പൊ മുഖത്തിന് അത് അങ്ങാണ്ട് പോകുന്നത് കേട്ടാ. പിന്നെ എന്റെ മുത്തുമണികളെ, കുറച്ച് ആൾക്കാർ എന്ന് പറഞ്ഞാല് നമ്മളെ ഇതിൽപ്പെട്ട എന്താണ് നെഗറ്റീവ് കമന്റ് ഇടുന്നവർ തന്നെയാണ്. ഒന്നും പറയാൻ കിട്ടാഞ്ഞാല് കിളവിന്നാണ്. എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. കാരണം ഈ സ്ഥാനത്തേക്ക് എല്ലാവരും വരാനുള്ളതാണ്. ഈ സ്ഥാനം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അതിന് മുമ്പ് പഠിച്ചു പോകുന്നവർ വേറെ ഉണ്ട്, അത് വേറെ കാര്യം. അത് കയ്യിലിരിപ്പ് പോലെ ഇരിക്കും, ചിലപ്പോൾ പടച്ചോന്റെ ഇഷ്ടം പോലെ ഇരിക്കും, അത് വേറെ കാര്യം, അത് ഞാൻ പറയുന്നില്ല. അല്ലാതെ ഓരോ ഘട്ടങ്ങൾ മനുഷ്യനുണ്ട്. അപ്പോ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്ന് പറഞ്ഞിട്ട് ആ ഘട്ടങ്ങൾ ഓരോന്നും ഓരോ മനുഷ്യനും കടന്നു പോകാനുള്ളതാണ്. ഒരാളെ മാത്രമായിട്ട് ബാല്യത്തിൽ തന്നെ നിർത്തൂല, യൗവനത്തിൽ തന്നെ നിർത്തൂല. ആ ഒരു കാര്യം മനസ്സിലാക്കണം. പിന്നെ വിവരമില്ലാത്ത കഴുതകളാണ് അങ്ങനെ പറയാമെന്നും എനിക്കറിയില്ല. കാരണം നമ്മൾ നേരെ മൊത്തം എന്ത് ചെയ്യുമ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇത് നമ്മളെ സംസാരങ്ങൾ നമുക്ക് മറുപടി കൊടുക്കാൻ കിട്ടാതാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവർ ഇങ്ങനെ ഒരു വിളിയാണ്ട് വിളിക്കും. എന്തിന്? നമുക്ക് ഉത്തരം കിട്ടുന്നില്ല. ആ സമയത്ത് നമുക്ക് ദേഷ്യമായിട്ട് മുക്കണം. അപ്പൊ നമ്മളാണ്ട് വിളിക്കുന്ന ഒരു വിളിയാണ് ഈ സംഭവം, കിളവി കളവാന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അതിന് മാത്രം ഇവിടുന്ന് നിങ്ങൾക്ക് എന്തോ നിങ്ങളെ മനസ്സിന് ഏൽക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ ആ സംഭവം. അപ്പൊ അത് ആരായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ
ചോറ് വെച്ചവന് മനസ്സിലാവും. കാരണം എന്താ, ആ വ്യക്തി തന്നെയാണ് വേറെ ഫേക്ക് ഐ ഡി കൂടെ വരുന്നത് എന്നുള്ളത് മനസ്സിലാവും. അല്ലാതെ നമ്മളൊരു വീഡിയോ ഒരാളത് ഇട്ടിട്ട് വേറെ നാട്ടുകാർ വന്നിട്ട് നമ്മളെ കഴിവിന് വിളിക്കാനും അല്ല പൊടിയെന്ന് വിളിക്കാനും അല്ലെങ്കിൽ എന്താ എനിക്ക് പണിയൊന്നുമില്ല എന്ന് പറയാനും നിൽക്കൂല. കാരണം എന്താ, സ്വാഭാവികമായിട്ട് അതില് ഭൂരിപക്ഷം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എല്ലാവരും റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് തെറി അതിനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞതിന് ശേഷം തെറി പോയോ? അപ്പൊ അതെന്തുകൊണ്ടാണ്? ഇല്ലെങ്കിൽ ഈ രാമനാരായണ പാട്ട് എല്ലാവരും എന്നും പൈതമക്കൾ കേട്ടോണ്ടിരിക്കണ്ടേ? ഇത് തുറക്കാൻ പറ്റിയിരുന്നോ? അതൊരു അസുഖമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നില്ലേ? ഇതൊരു ഷോ ആയിട്ട് ജനങ്ങളും ഇതിന്റെ പിന്നാലെ പോയിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് മക്കൾക്ക് അതൊരു ശൈലിയായിട്ട് ചെറിയ കുട്ടികൾ വരെ പഠിച്ച് 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 പാടായിട്ട് അതൊരു നിസ്സാര കാര്യമായിട്ട് നമുക്ക് തോന്നുമായിരുന്നു. അത് പിന്നീട് ട്രെൻഡായിട്ട് വരുമായിരുന്നു. അതിൽ കൂടെ എന്ത് ആൾക്കാർക്ക് സന്തോഷം കിട്ടാനാണ്, എന്ത് മെസ്സേജാണ് അതിലുള്ളത്? അപ്പൊ അത് എല്ലാ ആൾക്കാരും ഇങ്ങനെ പറയുന്നു പറഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് ചെക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്ന് അതാണ് ഒഴിവായി അല്ലേ? അപ്പൊ അങ്ങനെ തന്നെയാണ് സംഭവങ്ങളൊക്കെ എല്ലാം വരുന്നത്. ഞാൻ പറയുന്ന വീഡിയോസിൽ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടെങ്കിൽ ആർക്കും എടുത്തിട്ട് റിയാക്ഷൻ ചെയ്യാം, എന്നിട്ട് അത് പറയാം. അപ്പൊ നമ്മൾ അതിന് മാറും. നമുക്ക് നമ്മളത് തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ അതിന് ഒഴിവാകും. ആ മാപ്പ് പറയേണ്ടെന്ന് മാപ്പ് പറയും, അത്ര തന്നെ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇതെല്ലാം കൂടെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നിപ്പോ ഒരു വീഡിയോ ഇട്ട് വന്നു കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. ദേഷ്യം പിടിക്കുമ്പോൾ കിളവിന്ന് വിളിച്ചോണ്ട് ഉത്തരം ആവൂല. ഈ സ്ഥാനം കിളവിനും കിളവിയൊക്കെ ആയിട്ട് തന്നെ എല്ലാവരും പരലോകത്തേക്ക് പോവാം. നമ്മൾ വരുമ്പോൾ എല്ലാവരും ചെറുപ്പക്കാരെ ചെറിയ കുഞ്ഞായിരുന്നു. എല്ലാവർക്കും ഓരോ ഘട്ടങ്ങളിൽ ഒരേ ലെവലിൽ എല്ലാവരും പോയി വന്നവരാണ്. അതിൽ ഏറ്റക്കുറച്ചിലുള്ള വേറെ രീതി ഉണ്ടാവും. പിന്നെ എന്താണ്, ബാല്യം കൗമാരമൊക്കെ അതേപോലെ തന്നെ ആയിരിക്കും. അതിൽ അനുഭവങ്ങൾ വേറെ ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ. അല്ലാതെ ഒരാളെ അള്ളാഹുവിന്റെ റസൂല് വരെ കുഞ്ഞായിട്ടാണ് ജനിച്ച് വളർന്ന് അവിടെ വരെ എത്തുന്നത്. അപ്പൊ യൗവനത്തിൽ എത്തുന്നത്, വാർദ്ധക്യത്തിൽ പോകുന്നതൊക്കെ. അപ്പം ആ ഒരു സംഭവം എന്ന് പറയുന്നത് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അതിനിങ്ങനെ ഇതാക്കിയിട്ട് ഒരു കാര്യമില്ല. അൽഹംദുലില്ലാ 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 എന്ന് 100 വട്ടം ഞാൻ പറയുന്നത്. കാരണം ഞാൻ ഈ ഘട്ടത്തിൽ ഇവിടെ പോയി എത്തിയിട്ടുണ്ടെങ്കിൽ അത് റബ്ബിനെ ഒരുപാട് സ്തുതിക്കണം. കാരണം എന്താ വെച്ചാൽ എനിക്ക് എന്റെ മക്കൾ കല്യാണം കഴിഞ്ഞില്ലേ, അവർക്ക് കുഞ്ഞു കുട്ടികളായില്ലേ, അവരൊക്കെ കാണാൻ നല്ല ആരോഗ്യത്തിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് അവരൊക്കെ നോക്കാനും പോകാനും വരാനും ഓടിച്ചാടി കളിക്കാനും ഇനിയിപ്പോ ഉള്ള ഒരു രംഗം വരികയാണെങ്കിലും നമുക്ക് ഈ ഒരു ആയുസിലും ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ആഫിയത്ത് ആരോഗ്യം തന്നാൽ അതിനും പോകാൻ പറ്റുന്ന ഒരു ഏജന്റാണ് നമ്മളുടെ ഇപ്പോഴും. അത് അംഗീകരിക്കാനും അത് ഏത് ഫാഷനിൽ ഏത് മോഡലിലും നമ്മൾ പോകട്ടോ. അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡുള്ള ആൾ തന്നെയാണ് നമ്മളും. അപ്പൊ അതൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ്, നിങ്ങളെ മനസ്സിന്റെ ഉള്ളാണ് കിളവിയായിട്ടുള്ള വയസ്സായിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് നിങ്ങളിൽ തന്നെ പ്രകടിപ്പിച്ചാൽ മതി. അതാണ് അത് കാണുന്നത് ഇങ്ങനെ പറിച്ചുകൊണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇതിന്റെ കമന്റ് എന്തായാലും രേഖപ്പെടുത്തി. അപ്പൊ ഓക്കെ, അവളെ മക്കളെ അവളെ തന്നെ നോക്കലല്ല, ഞങ്ങളല്ല നോക്കല്. അവള് നോക്കാനാണ് ഇപ്പൊ ചെയ്യുന്നെന്ന് പറഞ്ഞത്. ഞങ്ങളാരും അങ്ങനെ നോക്കിയിട്ടില്ല. അത് ഞാൻ വേറെ പറഞ്ഞു.